ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തേത് കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. നമുക്ക് ഈസിയായി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ബിസ്ക്കറ്റ് പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം വേണം. നന്നായിട്ട് തിളച്ച വെള്ളം വേണം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കോഫി പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ കോഫി പൗഡറും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോളും വിസ്കും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത ബോളാണ്. അപ്പോൾ ഇതാ അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബൗളും വിസ്കും ഫ്രീസറിൽ വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടും. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് കൊണ്ട് ബീറ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റ് എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിതിവിടെ ചേർത്തിട്ടില്ല. ഈ ഒരു ക്രീമിൽ തന്നെ ആവശ്യത്തിലധികം തന്നെ മധുരമുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മധുരം വേണോ എന്നുള്ളവർക്ക് പിന്നെ കുറച്ച് പൊടിച്ച പഞ്ചസാര 1 കപ്പ് എടുത്തിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ചിടാണ്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു പുഡിങ് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. കാരണം വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിലെല്ലാം പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല കിടിലൻ പുഡിങ്ങാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിങ്ങനെ ഒരുമിച്ച് തന്നെ ഇങ്ങനെ നിർത്താണ്ട് ബീറ്റ് ചെയ്യാണ്ട് ഒരു 2-3 മിനിറ്റ് ബീറ്റ് ചെയ്യുക. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ വീണ്ടും 2-3 മിനിറ്റ് ബീറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെയാണ് ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഫൈനലി നമ്മൾ ഈ ക്രീം ഇവിടെ സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്രീം സ്റ്റിഫായത് എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് നമ്മൾ വിസ്കിൽ കുറച്ച് ക്രീം ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊന്തിച്ച് പിടിക്കുക. അപ്പോൾ കുറച്ചിങ്ങനെ ഉറ്റാതെ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ക്രീം സ്റ്റിഫായി എന്നാണ്. അപ്പോൾ ഇതാ നമ്മുടെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ലിക്വിഡ് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് തണിഞ്ഞ് ചൂടെല്ലാം ആറിയതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള പുഡിംഗ് ട്രേ ആണ്.
ഇനി ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് ക്രീം തടവി വേണം. കുറച്ച് ക്രീം എടുത്തിട്ട് ഇതൊന്ന്, അതായത് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നീങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ഒന്ന് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഒരു ബിസ്ക്കറ്റ് എടുത്ത് നമ്മൾ ഈ കോഫിയിലേക്ക് മിക്സ് ചെയ്യുക. രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് വെച്ചെടുക്കാം. അങ്ങനെ വീണ്ടും സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ബിസ്ക്കറ്റ് പൊട്ടാതെ ഇങ്ങനെ കോഫിയിൽ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിപ്പം ഞാൻ ഈ ഒരു ടൈപ്പ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറിയോ അങ്ങനെ നല്ല മധുരമുള്ള നല്ല ബിസ്ക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മളെ മക്കൾ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള നമ്മളെ പുഡിങ്ങാണ്. അപ്പോൾ ഇത് എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വരുന്ന സ്ഥലത്തെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ നമുക്ക് ബിസ്ക്കറ്റ് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീം എടുത്തിട്ട് ഇതിൻ്റെ മേലെ നമുക്കിതൊന്ന് നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കാം. ക്രീം ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ കോഫി മിക്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് അതും അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ സെക്കൻഡ് ലെയറും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ 2 ലെയർ വെച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ 3-4 ലെയറെല്ലാം വെച്ചിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ ചെയ്തെടുക്കാം. 1 കപ്പ് ക്രീം എടുത്താൽ നമുക്ക് ഇതുപോലെ 2 ലെയറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ ലെയർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ക്രീമിൻ്റെ അളവും കൂട്ടിയെടുക്കാം. ക്രീം ഇട്ടതിന് ശേഷം നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം. പിന്നെ പുറത്തെല്ലാം ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് തുടച്ച് മാറ്റാം. അങ്ങനെ നമ്മളെ ക്രീമെല്ലാം ഇട്ട് സെറ്റായി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഞാനിതൊരു 10 മിനിറ്റ് നമ്മളെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. അതിനുശേഷമാണ് നമ്മുടെ കൊക്കോ പൗഡർ, അതായത് കേക്കെല്ലാം നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കുന്ന കൊക്കോ പൗഡർ ഇട്ടിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 2-3 മണിക്കൂർ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുഡിങ് സെറ്റായി എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള പുഡിങ്ങാണിത്. അപ്പോൾ ഇതാ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.